ഹായ് ഗായ്സ്. ഇന്ന് ഇന്ന് ഞാൻ അവരൊക്കെ മെഹന്തി ഇടാൻ പോവാണ്. എൻ്റെ സിസ്റ്റർ ആണെന്ന് വെച്ചാൽ അത് എൻ്റെ സിസ്റ്റർ ആണ്. ബട്ട് എൻ്റെ ഫ്രണ്ട് ആണെന്ന് വെച്ചാൽ യെസ് ഷീസ് മൈ ഫ്രണ്ട്. ആൻഡ് ആളുടെ മാരേജ് ആണ് 8-ാം തീയതി. അപ്പം ഇന്ന് ഞാനാണ് മെഹന്തി ഇടുന്നത്. ഇടാൻ പോകുവാണ്. ഇതാ സൈക്കിളിലാണ് പോണത്. ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട്. പോവാം നമുക്ക്. എൻ്റെ സൗണ്ടൊക്കെ അടിച്ചു പോയി ഗൈസ്. ശരിക്കും ഞാൻ ഇന്നലെ പോകേണ്ടതായിരുന്നു. ഇന്നലെ ഞാൻ പോയില്ല. ഇന്നലെ ഉണ്ണിക്ക് പെഡിക്യൂറും മാനിക്യൂറൊക്കെ ചെയ്യാൻ പോകേണ്ടതുള്ളതുകൊണ്ട് ഞാൻ പോയില്ല. സോ ഞാൻ ഇന്നാണ് പോകുന്നത്. സോറി, ബ്രൈഡിൻ്റെ പേര് ഉണ്ണിമായ എന്നാണ്. കുറേ നാളായി അങ്ങോട്ട് പോയിട്ട് എനിക്ക് വഴി തെറ്റി. ചേച്ചിയാണ് എനിക്ക് വഴി കാണിച്ചു തന്നത്. ഞങ്ങൾ ഫൈനലി ഉണ്ണി എടുത്തെത്തി. ഉണ്ണി പുറത്ത് പോയിട്ട് പെഡിക്യൂറായിട്ട് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ പയ്യെ സൊറപറയൊക്കെ ഇരുന്ന് കുറേ നാളത്തെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് പയ്യെ മെഹന്തി ഇടാൻ സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു ഏത് ഡിസൈൻ ഇടണം, എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തിനെ പറ്റിയിട്ട്. സാധാരണ ബ്രൈഡിനെ പോലെ അങ്ങനെ ആഗ്രഹങ്ങളൊന്നുമില്ലായിരുന്നു. നീ ചെയ്തു, നിൻ്റെ ഇഷ്ടം നീ ചെയ്തോ എന്നാണ് പറഞ്ഞത്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു പിൻട്രസ്റ്റ് കയറിയാണ്ടൊന്ന് റെഫറൻസ് ഒക്കെ എടുത്ത് അങ്ങനെ മെഹന്തി ഇട്ട് സ്റ്റാർട്ട് ചെയ്തു. ഉണ്ണിയുടെ കൈ തീരെ ചെറിയ കൈ, പിള്ളേരുടെ കൈ പോലത്തെ കൈയാണ്. അതുകൊണ്ട് ഉണ്ണിക്ക് പിന്നെ ഒരു കാര്യം ഉണ്ടായിരുന്നു. ഉണ്ണിയുടെ കൈ പെട്ടെന്ന് മെഹന്തി കഴിഞ്ഞ് പെട്ടെന്ന് ഡാർക്ക് റെഡ് കളറാവും. അപ്പോൾ കൈ ഒരുപാട് ഫില്ല് ചെയ്യാത്ത രീതിയിലുള്ള ഡിസൈൻ ഇട്ടാൽ മതിയെന്ന് പറഞ്ഞു. പിന്നെ തീരെ ചെറിയ കൈ ആയതുകൊണ്ട് വലുതായിട്ട് ഡിസൈൻ ഇടാനും ഉണ്ടായിരുന്നില്ല. കറണ്ട് പോയും വന്നും ഇന്നുകൊണ്ട് നല്ല ലേറ്റായി. കൈ രണ്ടും ഫുള്ളിട്ട് തീർന്നപ്പോഴത്തേക്കും രാത്രി ഒരു 11:30-12 മണി ഓൾമോസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉണ്ണിയുടെ മാമൻ, കസിൻസ്, ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടായിരുന്നു. എൻ്റെ ഉണ്ണി ഒരിടത്തിട്ട് കഴിയുന്നതിന് മുമ്പ് തന്നെ ഇട്ടത് പടർത്തുമായിരുന്നു. എനിക്കിരുന്ന് പയ്യെ മെഹന്തി ഇട്ട് തീർന്നു. ഒന്ന് പോസ് ചെയ്യാൻ പറഞ്ഞപ്പോൾ കാണിച്ചതാണിത്. പിന്നെ കൈയൊക്കെ ഉണങ്ങി. പിന്നെ കൈ ഉണങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല റെഡ് ആവാൻ വേണ്ടിയിട്ട് നാരങ്ങ നീരിൽ പഞ്ചസാര കലക്കിയിട്ട് അങ്ങനെ ഇടുമല്ലോ. അങ്ങനെ ഞാൻ അതും ഇട്ട് കൊടുത്തിട്ടാണ് ഞാൻ എൻ്റെ വീട്ടിൽ ഫൈനലി പോയത്. കൈ ഉണ്ണി പറഞ്ഞ പോലെ തന്നെ പിറ്റേ ദിവസം നല്ല റെഡായിട്ടുണ്ടായിരുന്നു. ശരിക്കും ഇത്രയും ടൈമൊന്നും എടുക്കത്തില്ലായിരുന്നു, കുഞ്ഞി കൈ ആയതുകൊണ്ട്. പിന്നെ കറണ്ട് പോയി വന്ന് നിൽക്കുമായിരുന്നു. പിന്നെ ഒന്ന് പടർത്തിക്കൊണ്ടേ ഇരിക്കുമായിരുന്നു. ബാക്കി നാളെ പറയാം. ബൈ.